എപ്പോഴും നിങ്ങളെ പറ്റി മകളാണ് മകളോട് പറയുന്നത് ഏതാ അങ്ങനെയാണ് ഇങ്ങനെയാണ് രണ്ടുപേരും മകളോട് പറയും. ഇപ്പൊ ഇന്ന് അവരവിടെ ഫോട്ടോസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പങ്കെടുക്കാത്ത എനിക്ക് വിഷമമുണ്ട്, പറ്റിയില്ല, സാഹചര്യം ചെയ്യാം. പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ 75 ഞാൻ പാസ്ഔട്ട് SRP-യാണ്. ആ കാലഘട്ടത്തിൽ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും എന്നെ പറ്റി ആ ഒരു കമ്പനി പറഞ്ഞു. പക്ഷെ അന്നത്തെ ചെറുപ്പത്തിന്റെ കൂടെ കുട്ടിലായിരുന്നു അത്രയാണ്. അത് ഇപ്പോ എൻ്റെ മകൻ പറഞ്ഞ പോലെ ഞാനും എൻ്റെ അച്ഛനെ കോളേജിൽ കൊണ്ടുവന്നുണ്ട് പ്രിൻസിപ്പൾ പുറത്തേക്കിട്ട് അതിൽ പ്രാവശ്യം ഞാൻ ഒരേ പങ്കാളിയാണ്. അപ്പൊ എൻ്റെ കാര്യത്തിൽ പോയപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ഞാനും ചിന്തിക്കും, എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് എൻ്റെ അച്ഛനെ ബുദ്ധിമുട്ടിച്ചിട്ടായിരുന്നു. പ്രിൻസിപ്പാളെ വളരെ ഗൗരവമായിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ഒരു കാര്യത്തിന് നന്നാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുത്തെ 75 പോയി. 2 വർഷം മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. അവിടെ പിന്നെ ദുബായി പോയി, അവിടെ ഒരു 10 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ആഫ്രിക്കയിൽ പോയി, അവിടെ ഒരു 20 വർഷം ഉണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഞാൻ പിടിച്ചു നോക്കില്ല. അത് സ്വാഭാവികം, പലർക്കും പല ക്യാരക്ടറാണല്ലോ. കുറച്ച് നാളുകൾക്ക് പണി ചെയ്യും. എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാനത് വേണ്ടാതിട്ട് പോകും. അങ്ങനെ ബോംബെയിലായാലും ദുബായിലായാലും ഒരു 3 കമ്പനികളും മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനം ഒരു കമ്പനി, ഒരു ഇന്റർനാഷണൽ കമ്പനി ടേക്ക് ഓവർ ചെയ്തു. ആദ്യവും ഇന്റർനാഷണൽ കമ്പനി തന്നെയായിരുന്നു. ടാർമാക്ക്, യൂറോപ്യൻ കമ്പനിയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനൊരു അറബിക് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അത് ജസ്റ്റ് തുടക്കമായിരുന്നു ആ കമ്പനിയിൽ തുടങ്ങും. അതായത് നല്ലൊരു പേര് കിട്ടി. പേര് വെച്ചാൽ സത്യസന്ധത ജീവിതത്തിൽ വെച്ച്. അത് സത്യസന്ധതയുടെ പേര് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ദൃക്സാക്ഷിയാണ് പ്രകാശൻ. പ്രകാശൻ പറഞ്ഞത് എനിക്ക് വേറെ ഇല്ലാന്നുണ്ട്, അടിച്ചു മാറ്റണം, മരിക്കുമെന്ന്. ആ സത്യസന്ധത പേര് കുറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് കമ്പനിയിലെ മൊത്തം ആൾക്കാർ അവരടിച്ചു മാറ്റാൻ വേണ്ടി കാര്യമാണ്. എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടോപ്പുള്ള പിന്നെ മാനേജറായാലും കോൺട്രാക്ട് മാനേജറായാലും അവരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടി. ഫൈനാൻഷ്യൽ കൺട്രോളറാണ് ഏറ്റവും പ്രശ്നമാക്കി. അപ്പോൾ അതായത് പ്രശ്നം ഞാൻ കുറച്ച് സംസാരിക്കുന്നത് കുഴപ്പമില്ല, സമയം പോലും. അവിടെ ഫൈനാൻഷ്യൽ കൺട്രോളർ ഈ ഓഡിറ്റിങ്ങിന് വരും പലതരം. ഇങ്ങനെ ഈ ഔട്ട്സൈഡ് ഓഡിറ്റേഴ്സ് അവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ടമാനം സ്റ്റീൽ ബാക്കി, സിമെന്റ് ബാക്കി, അതുപോലെ കുറെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കണ്ടമാനം ബാക്കി. അപ്പൊ അയാള് എന്നെ ചവിട്ടി കുത്തുന്നത് വെച്ചാൽ എങ്ങനെയാണ് എന്നെ പുറത്താക്കണം. ഞാനൊരാളെ അനുസരിക്കില്ലല്ലോ. അതെൻ്റെ ഒരു വലിയ ദോഷം ഈ അനുസരിക്കുന്നത്. അതുകൊണ്ട് പണ്ടമാണ് ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. അപ്പോൾ എനിക്ക് ഓഡിറ്റിങ് വന്നു. അവിടെ നോക്കുമ്പോൾ സ്റ്റീല്, സിമെന്റ് അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കാണാൻ കൂടുതൽ. അദ്ദേഹം ഓഡിറ്റേഴ്സിന് മുന്നിൽ വെച്ച് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അറിവില്ലായ്മയാണ്, അതുകൊണ്ടാണ് ഇത്രയും മെറ്റീരിയൽ എക്സസ് വന്നത്. ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ അസഭ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വന്നു. അതായത് ഒരു പതിനാലുള്ള ഒരു സൈറ്റ് അതായത് തീർത്തും ചീത്ത വിളിച്ചു. ഞാൻ കണക്കൂട്ടി പാക്ക് ചെയ്തു, പെട്ടി പാക്ക് ചെയ്തു. നാളെ തന്നെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ നോട്ടീസ് കിട്ടും. പക്ഷേ ആ ജനറൽ മാനേജറിനോട് എക്സ്പ്ലനേഷൻ ലെറ്റർ അയച്ചു. അതിലും പിന്നെ ഞാൻ മറുപടി വെച്ചിരുന്നു, ഞാൻ ടോട്ടൽ റിക്വയർമെന്റ് അത്ര വിട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ കാണിച്ചു ഈ മെറ്റീരിയൽ മുഴുവൻ സബ് കോൺട്രാക്ടർ അവിടെ ഓടിപ്പോയി ബാങ്ക്രപ്റ്റായിട്ട്. അവരുടെ മെറ്റീരിയൽ മുഴുവൻ ഞങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ എടുത്ത് ഞാനീ കൊണ്ടുവന്നിട്ടു. അപ്പോൾ അവിടെ വന്ന് കൗണ്ട് ചെയ്യുമ്പോൾ കൂടുതലുണ്ടാവുമല്ലോ, ഞാൻ കൊടുത്തേക്കാളും കൂടുതലാണല്ലോ. അയാള് എനിക്ക് ഇൻക്രിമെന്റ് തന്നെ അവിടെ സ്ഥാപിച്ചു. അതില് ഇൻക്രിമെന്റിന് മെമ്മ കൊടുക്കുന്നത് ഫൈനാൻഷ്യൽ കൺട്രോളർ. ഈ മാസം മുതൽ സുരാജിന്റെ സാലറിയിൽ ഇത്ര പൈസ വേണ്ടി. അപ്പൊ സത്യസന്ധത കൊണ്ട് നമ്മൾ കുറെ കഷ്ടപ്പെടുന്നുണ്ട്, കുറെ വിഷമിക്കാനും വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു സത്യസന്ധതയുടെ പേരിൽ ആ കമ്പനിയെയാണ്
വേദാവംശം എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ കമ്പനി വാങ്ങുന്നത്. അപ്പം അതിനുള്ള അവിടെ ഉഗാണ്ടയിലെ ഒരു കമ്പനി ഒരു പ്രോജക്റ്റ് കിട്ടിയത് അവിടെ പോകാനും ധൈര്യമില്ല. ഈരിയമ്മൻ ഭയങ്കര പ്രശ്നമായിരുന്നു കാലഘട്ടമല്ലോ. ഞാൻ പറഞ്ഞു അപ്പം അതിനുള്ള അഗ്രിമെന്റ് തന്നെയാണ് 3 കൊല്ലത്തെ സാലറി പ്ലസ് ഇൻക്രിമെന്റ് ഗ്രാജുവേറ്റ് പ്രോഡക്റ്റ് കംപ്ലീറ്റ് തരും. അപ്പം എൻ്റെ മക്കൾക്കും ബാലൻസ് ജീവിക്കുള്ളൂ. ഭാര്യ അങ്ങോട്ട് പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി നമ്മുടെ ഞാൻ ബാച്ചിലാണ് കല്യാണം കഴിഞ്ഞ ഒരു ബാച്ചിൽ. അപ്പം ഞാൻ സംബന്ധിച്ച് ഞാൻ പറയാം ഇതൊക്കെ അവർ എഗ്രി ചെയ്തപ്പോൾ ഞാൻ വളരെ അംഗീകരിച്ചു. ഞാൻ പോന്നു. അതിലെനിക്ക് പല നേട്ടങ്ങളുണ്ടായി. അതായത് വിശ്വസ്തത ഞാൻ നേടിയെടുത്തു കമ്പനിയിൽ. പിന്നെ ഞാൻ കട്ടുമുട്ടിച്ചാൽ അവർക്ക് ആ വിശ്വസ്തത കൂടില്ല. അങ്ങനെയായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ ഒരു കോളേജ് അത് കുറച്ച് പൈസ ഇത് കളവടഞ്ഞ് അവസാനം ഞാൻ ആദ്യമൊക്കെ വാൺ ചെയ്തു. ഇനി ചെയ്യരുത്, ആ കുറ്റം ഞാൻ ഏറ്റെടുത്തു. കമ്പനി അത്ര വിശ്വസ്തമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിതം വളരെ ഏത് സമയവും മരണപ്പെടാം റിബൽ ആക്ടിവിറ്റീസുള്ള സ്ഥലത്ത് പോയി പണി ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. രാത്രി എടുക്കുമ്പോൾ പടക്കം പൊട്ടുന്നത് പോലെ വെടിവെക്കുന്നത് പറ്റില്ല. അതിനെല്ലാം ജീവിച്ചു വന്നത് നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാനും ഈ നല്ലൊരു ജീവിതം നയിക്കാനും ഇന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങളായിരിക്കാം അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നല്ല അവർക്ക് ഞാൻ അവര് ടഫാണ്. എൻ്റെ ഭാര്യ പോലെ എപ്പോഴും പറയും സ്നേഹം നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കില്ല എന്ന് പറയും. ആ ഒരു ക്യാരക്ടറായി പോയി പറയുന്നുണ്ട്. എന്നാൽ ഇന്നവർക്കറിയാം എൻ്റെ മനസ്സെപ്പോഴും ഇഷ്ടമാണ്. എൻ്റെ മരുമകൾ പറഞ്ഞത് എന്താരോടെന്നും പറയുന്നോ അത് പറഞ്ഞിട്ട് ഞാനത് തല പോണ കേസായിരുന്നു ഞാൻ പറഞ്ഞിരിക്കും. ആ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ജീവിതശൈലി അതാണ്. ചെറുപ്പത്തില് അച്ഛൻ പഠിപ്പിച്ച സത്യസന്ധത, ഗാന്ധിയനും അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. പിന്നെ അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാലത്തെ പ്രവർത്തകനായിരുന്നു. നമ്മളുടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സർദാർ ഗോപാലകൃഷ്ണൻ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കൂടെ സമരം നടത്തി പോലീസ് പിടിച്ചിട്ട് നിലപ്പെട്ടുള്ള വളരെ ത്യാഗം ചെയ്തെന്ന് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ അമ്മയുടെ സ്വത്ത് മുഴുവൻ അച്ഛൻ നശിപ്പിച്ചെടുത്തു. അച്ഛൻ്റെ സ്വത്ത് അച്ഛന് തൊടാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് പോകുന്നതുകൊണ്ട് കുറെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഭ്രാന്തന്മാരായി പോയത്. 3 മക്കളും ഒത്തില്ലാത്തവരുണ്ടെങ്കിൽ ഞാനായിരുന്നു, എൻ്റെ ചേട്ടനായിരുന്നു, അനിയനായിരുന്നു. അത് 3 എണ്ണം ഒന്നും ഒന്നില്ല കുട്ടിയാണ്. അച്ഛനെ അവസാന കാലഘട്ടം കണ്ട് ഒരു സമാധാനം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ അച്ഛൻ വെച്ചത്. അച്ഛനീ പറഞ്ഞ മക്കളെ ശാസിക്കില്ല, തരില്ല. മക്കളെ വിടും. ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അന്ന് വളരെ സ്കൂളിൽ പോയവര് വീണാടൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരക്ഷരം ഞാൻ വേണ്ടിയില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് അവർക്ക് ആ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷ പറഞ്ഞായിരുന്നു ഇവരോട് പറഞ്ഞാൽ നടന്നു പോയിക്കും. അതിനുശേഷം അവർ പോയിട്ട് അവർക്ക് പഠിച്ചു. പിന്നെ മറ്റൊന്ന് ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ സിഗരറ്റ് വലിക്കില്ല, കള്ള് കുടിക്കില്ല, അതൊന്നും ചെയ്യില്ല. പക്ഷെ അച്ഛൻ ഒരിക്കലും ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. അച്ഛൻ പെട്ടെന്ന് തേങ്ങ വെച്ച് തുടങ്ങുന്നു. ആ സിഗരറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു വലിച്ചോ, നീ ഇത് കളയാണെങ്കിൽ നീ വലിക്കരുത്, അങ്ങനെയുണ്ടെങ്കിൽ നീ അത് കളഞ്ഞു. കള്ള് കുടിക്കും. അച്ഛൻ ഇതൊന്നും ഉപയോഗിക്കില്ല. ഞാനും അനിയനും കള്ളു സിഗരറ്റ് വലിക്കും. ചേട്ടൻ ഇതൊന്നും ചെയ്യില്ല. അച്ഛൻ തന്നെ പാതയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മക്കള് അവര് കളിപ്പിക്കുന്നുണ്ട്. അതാണ് അവര് സ്റ്റഡി ചെയ്ത് എല്ലാം കഴിഞ്ഞ കോളേജിലെ കലോത്സവം കഴിഞ്ഞ് വന്നപ്പോൾ ഭക്ഷണം ഞാൻ സ്വയം തന്നെയാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അന്ന് അത്യാവശ്യം കുക്ക് ചെയ്ത് കടകൾ ചേർക്കേണ്ടത്. ബിരിയാണിക്ക് കഴിച്ചു, ലിക്കറുമായിട്ട് കഴിച്ചു. ഞാൻ വീട്ടിലുള്ള നീ മാറിക്കോ,
ഞാൻ പോകുന്ന പുറത്തേക്ക് പറഞ്ഞു അവര് എന്തെങ്കിലും ചെയ്തോട്ടെ. അപ്പോൾ കംപ്ലീറ്റ് ഭക്ഷണം ഇവിടെ വെച്ച് ബീറോടെ വാങ്ങിയിട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ അത് ചെയ്തത് അച്ഛൻ മക്കൾക്ക് വേണ്ടിയും ചെയ്ത് ആ കാലഘട്ടത്തിൻ്റെ ഒക്കെ ഉണ്ട്. ഇപ്പം ചെയ്യും, അന്നാരും അങ്ങനെ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നില്ല. പറഞ്ഞതിനൊന്നും മറുപടി വന്നു കഴിഞ്ഞു. മകൾ പേടിക്കണ്ട, മാവുമ്മ കയറാതെ മാങ്ങ. ചെറുപ്പത്തിലെ എത്രയോ സാധനം മാവുകൾ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മാവ് കയറി മാങ്ങ പിടിക്കാന്നൊരു സ്വഭാവം. അപ്പൊ അത് അങ്ങനെ നുള്ളിക്കളയാൻ പറ്റുന്നില്ല. പറ്റുന്നോളം ചെയ്യാൻ ഒരു ദിവസം വീഴും, ചിലപ്പോൾ ചത്തുപോകും. മറുപടി ആണെന്നെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നതിന് വലിയ അർത്ഥം ചെയ്യാം. ആഗ്രഹത്തിലുള്ള എല്ലാ അച്ഛനും അമ്മയും പെട്ടെന്ന് പോയി. ഒരാൾ തപസ് ചെയ്യാൻ തരുന്നു, അതോട് കേട്ടില്ല. അമ്മ തിരുവാനായിട്ട് വെച്ചു. അപ്പൊ അങ്ങനെയുള്ളൊരു മരണം ഞാനും ആഗ്രഹിക്കുന്നു. കിട്ടി ഇല്ലേ. അപ്പൊ ഞാൻ അവസാനിക്കുന്നത് നിങ്ങളെല്ലാവരും വന്നതിൽ ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മ എന്നും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഗ്രൂപ്പിനെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പല ഗ്രൂപ്പിനെ പറ്റി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളിലും ആദ്യത്തിലൊരു രസകരമൊക്കെ വന്നിരുന്നു. അതിൻ്റെ ഒരാൾ പുറത്തുണ്ട്, അവരെയും ഇതിലേക്ക് കൂട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് രവിചേട്ടനത് പറയുന്നത് EVK സുരേഷ് അങ്ങനെ പുറത്താക്കേണ്ട. നമ്മൾ പലരും പല ക്യാരക്ടറല്ലേ. എൻ്റെ പഴയ സ്വഭാവമല്ല, സ്വഭാവം വെച്ച് പറയുന്നത്. ഈ സ്വഭാവത്തിന് മാറ്റം വരാൻ എൻ്റെ ഭാര്യ വലിയൊരു പങ്കാണ്. എൻ്റെ ആഗ്രഹപ്രകാരം കല്യാണം കഴിഞ്ഞ ഭാര്യ കുട്ടികളൊക്കെ ഞാൻ സമ്പാദിക്കുക, പൈസ കൊണ്ടുകൊടുക്കുക. ഭാര്യയോട് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ആദ്യ കാലഘട്ടത്തിലൊക്കെ കൂടെ വരാൻ അങ്ങനെ വന്നു നിന്നു. എന്തായാലും നാട്ടിൽ പോകാൻ നമ്മൾ നാട്ടിൽ പോയാൽ നീ ജോലിക്ക് പോകും, പിന്നെ നിങ്ങൾ വരവുണ്ടാവില്ല. സമ്മതിച്ചില്ല, പോയി. ജീവിതത്തിൽ അന്ന് മുതൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് തുടങ്ങി. കോംപ്രമൈസാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വലിയൊരു വിജയം. അതിൽ ഞാൻ വാശി പിടിച്ച ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതം അവരുടെ അവസാനിക്കും. എൻ്റെ പഴയ സ്വഭാവമനുസരിച്ചാണ് ഞാൻ ചെയ്തതല്ല. ഞങ്ങളുടെ വിവാഹം അതാണ് ഭയപ്പാട് പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ വിവാഹത്തിന് ജാതകം നോക്കില്ല, പൂജ പാടില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവര് പൂജാരിനും പറ്റൂ, അയാൾക്കൊരു അസിസ്റ്റന്റിനും പറ്റും. അപ്പൊ എൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, ഞാൻ രണ്ടു വയസ്സിൻ്റെ ഇതേ പറ്റി അവരുണ്ടവനെയും സ്റ്റേജിൽ നടക്കും. നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് പിടിച്ചു തരാൻ മനസ്സ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ശരിയായി ചെയ്യും. നിങ്ങളുടെ മകളെ നോക്കാൻ ഞാൻ പ്രാപ്തനല്ലെന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു പ്രാപ്തി എനിക്കില്ലെങ്കിൽ നിങ്ങൾ മകളെ ഈ കല്യാണം കഴിച്ചു തരരുത്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചാൽ അവരെ നോക്കാൻ പ്രാപ്തമല്ലെങ്കിൽ ഞാനും അത് ചെയ്യില്ല. അതോടൊപ്പം അങ്ങനെ കല്യാണം പറയുന്നില്ല, ഭാര്യയുടെ പ്രശ്നമാണ്. ഞാൻ അവിടെ ചെന്നു ഒരു ഭീകരനെ പോലെ അമ്മായില്ല മരുമകൻ ഭയങ്കര പ്രശ്നമാണ്. അതിൽ പെട്ടുപോയി. കല്യാണം ഉറപ്പിച്ച. അപ്പൊ അന്നേ ഞാൻ പറഞ്ഞു, ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട, കല്യാണം നടത്തണ്ട. ഈ കുട്ടിയുടെ കല്യാണം എന്ന് കഴിയുന്നു, അതിനുശേഷം ഞാൻ വിവാഹം കഴിക്കുന്നു. അതൊന്നും പറഞ്ഞു ഞാൻ ആ വേദിയിൽ അവർ പറഞ്ഞു. പക്ഷെ അവിടെ ചിലപ്പോ നിവൃത്തിയല്ലോ. ഇപ്പം കുട്ടിയുടെ കാര്യം ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മളൊരു അവരുടെ കാര്യം നോക്കി പോകും. അവിടെ ചെന്നപ്പോഴത്തെ ആകാശവും പ്രശ്നവും അവരുടെ ബന്ധുക്കളും പ്രശ്നവും അച്ഛൻ പ്രശ്നവും അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. പേരാണ് ഭയങ്കര ഭയപ്പാട്. ഞാൻ എന്തോ ഒരു വലിയൊരു ക്രൂരൻ ഒരു പ്രതിപക്ഷം. സോറി, ഇനിയിപ്പോ 70 വയസ്സായി. എല്ലാ പല്ലും പൊഴിച്ചെടുത്തു, കള്ളു ഒടിച്ചിരുന്നു, സിഗരറ്റ് അടിച്ചെടുത്തു, എല്ലാം അവസാനിപ്പിച്ച് ഇനി നല്ല രീതിയിൽ ജീവിക്കും. ഇനിയും കുറച്ച് കൊല്ലം കൂടെ ജീവിക്കാൻ ആളുണ്ട്. ഇതുപോലെ 80ാമത്തെ വയസ്സ് നമുക്ക് ആഘോഷിക്കും. ആ എല്ലാവർക്കും